ചിന്നു പാപ്പു എന്ന ഒരു പാവം പെൺകുട്ടി. അവൾ പാവം എന്ന് പറയാൻ, അവൾ ഒരു വളരെ പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടിയാണ്. അവൾ കഴിഞ്ഞ തിങ്കളാഴ്ച ഒരു പുതപ്പിൽ കെട്ടിത്തൂങ്ങി ജീവിതം അവസാനിപ്പിച്ചു. അവൾ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. സാധാരണ എല്ലാ പെൺകുട്ടികളെയും പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുള്ള, പിന്നീട് ഒരു ഇൻഫ്ലുവൻസറായി മാറിയ ഒരു പെൺകുട്ടി. എന്തിനായിരിക്കും അവൾ ആത്മഹത്യ ചെയ്തത്? കൃത്യമായ ഒരു ചട്ടക്കൂടുമില്ലാതെ ഇഷ്ടപ്പെട്ട പുരുഷൻ്റെ കൂടെ ജീവിക്കാൻ ഇറങ്ങിത്തിരിച്ച് ജീവിതം തുടങ്ങുക. അതിനുശേഷം കുട്ടികളുണ്ടാവുന്നു. ശേഷം പരസ്പരം വഴക്കാവുന്നു. ഇടപെടാൻ ആരുമില്ലാത്തൊരവസ്ഥ. അതായത് സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിത്തിരിച്ച് വിവാഹം കഴിച്ച് ജീവിതം നശിപ്പിച്ച ആളുകളുടെ ഗണത്തിൽപ്പെടുന്നു ചിന്നു പാപ്പു. ഇവിടെ ആരും ആരെയും പ്രേമിക്കരുതെന്നോ വിവാഹം കഴിക്കരുതെന്നോ ഒന്നും പറയുന്നില്ല. പക്ഷേ ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുമ്പോൾ ആ വ്യക്തിയെ പൂർണ്ണമായി മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതിന് ആ വ്യക്തിയെക്കുറിച്ചുള്ള കൂടുതലായ അന്വേഷണം വളരെ ആവശ്യമാണ്. അതാണ് ഈ മാതാപിതാക്കൾ അറേഞ്ച് ചെയ്യുന്ന വിവാഹത്തിൽ നിന്നും ഉള്ള ഒരു ഗുണം. കാരണം അവർ വളരെയധികം ഒരു വ്യക്തിയെക്കുറിച്ച് അന്വേഷിച്ചതിൻ്റെ ശേഷം മാത്രമാണ് ഒരു വിവാഹം തീരുമാനിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. പക്ഷേ സ്വന്തം ഇഷ്ടത്തിനുള്ള വിവാഹമാകുമ്പോൾ അവരുടെ കണ്ണടച്ചിട്ടുള്ള ആ വ്യക്തിയെക്കുറിച്ചുള്ള അമിതമായ ഇഷ്ടം, അമിതമായി വിശ്വസിക്കുക, അവരുടെ ആ പ്രലോഭനങ്ങളിൽ വീണുപോവുക, അവർ പറയുന്നതും ചെയ്യുന്നതുമെല്ലാം ശരിയാണെന്ന് ചിന്തിക്കുക, ഇന്ന് അവർ കാണിക്കുന്നത് മുഴുവൻ അവരുടെ ജീവിതത്തിലുടനീളം അവർ പ്രാവർത്തികമാക്കുമെന്നുള്ള അമിതമായ വിശ്വാസം. പക്ഷേ ഒപ്പം ജീവിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് ആ വ്യക്തിയുടെ ഡിഫക്റ്റ് എന്തൊക്കെയാണെന്ന് അവർ തിരിച്ചറിയുന്നുള്ളൂ. അപ്പോഴേക്കും സ്വന്തം കയ്യിൽ നിന്നും പോയ അവസ്ഥയാവും. മാതാപിതാക്കളോട് ഒരു പരാതി പറയാൻ പോലും പറ്റാത്തൊരവസ്ഥ. ഇവിടെ ചിന്നു പാപ്പു എന്ന പെൺകുട്ടി വിവാഹം കഴിച്ചത് 18ാമത്തെ വയസ്സിലാണ്. ശേഷം അവർക്കൊരു മകൻ ഉണ്ടാകുന്നു. ആ മകനിപ്പോൾ 4 വയസ്സ് പ്രായം. ചിന്നു പാപ്പുവിൻ്റെ പല റീൽസുകളിലും ആ മകൻ വളരെ സജീവമായിരുന്നു. അമ്മയും മകനും തമ്മിലുള്ള ആ റീൽസ് കാണുമ്പോൾ തന്നെ അറിയാം അവർ രണ്ടുപേരുള്ള അടുപ്പം എത്രത്തോളം ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കിയാൽ അറിയാം ആ കുട്ടി സന്തോഷത്തോടെയാണോ ജീവിക്കുന്നത് അല്ലയോ എന്ന്. ഇവിടെ ചിന്നുപ്പാപ്പവും മകനും ഉൾപ്പെട്ടിട്ടുള്ള റീലുകളിൽ മുഴുവൻ അവർ രണ്ടുപേരുടെയും ജീവിതം തന്നെയാണ് കാണാൻ കഴിഞ്ഞത്. എങ്ങനെ ആ കൊച്ചു കുഞ്ഞിനെ ഒറ്റയ്ക്കാക്കിയിട്ട് ചിന്നുപ്പാപ്പുവിന് മരണത്തെ പുൽകാൻ തോന്നി എന്ന് ഓർത്ത് ഞാൻ അത്ഭുതപ്പെടുകയാണ്. കാരണം നമ്മളും കൊച്ചു കുഞ്ഞുങ്ങളും ഇപ്പം മുതിർന്ന മക്കളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആളുകളാണ്. എങ്ങനെ എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടായാൽ തന്നെ അത് സ്വന്തം മക്കൾക്ക് വേണ്ടി ത്യജിക്കുന്ന ഒരു മാനസികാവസ്ഥയായിരിക്കും ഒരു പെണ്ണിനുണ്ടാവുക. അപ്പോൾ അതിനേക്കാളൊക്കെ മേലെ ഇത്തരം ഒരു അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ ആ മനസ്സിനുള്ളിലേക്ക് കയറിയ വിഷമം അത്രത്തോളം ഉണ്ടായത് കാണണം. സ്വന്തം ഭർത്താവ്, സ്വന്തം കുഞ്ഞിൻ്റെ അച്ഛൻ മറ്റൊരു പെണ്ണിൻ്റെ പിന്നാലെ പോയി, പിന്നീട് മറ്റൊരു പുരുഷനെ വിശ്വസിച്ച് സ്നേഹിച്ച് കൂടെ ജീവിക്കാൻ തുടങ്ങി. അവൻ്റെ ഭാഗത്തു നിന്നും തന്നെ തള്ളിപ്പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ മനസ്സ് നൊന്തു, ജീവിതം അവസാനിപ്പിച്ചു. ഇതുതന്നെയാണ് ചിന്നുപ്പാപ്പുവിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. തൻ്റെ കയ്യിലുള്ള തെറ്റ് വീണ്ടും ആവർത്തിക്കപ്പെടുകയാണോ എന്നുള്ള ഭയം, അതൊന്നുകൊണ്ട് മാത്രമായിരിക്കണം ചിന്നുപ്പാപ്പു ആത്മഹത്യ ചെയ്തത്. പക്ഷേ സന്ദേശ് എന്നുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ചിന്നുപ്പാപ്പിനോട് ഇഷ്ടമില്ലാഞ്ഞിട്ടോ എന്നല്ല, ഒരു സംസാരത്തിനിടയിൽ ചിന്നുപ്പാപ്പിൻ്റെ പാസ്റ്റ് നന്നായിട്ട് അറിയാവുന്ന ഒരാളെന്ന നിലയിൽ ഉള്ള പരസ്പരം കുറ്റപ്പെടുത്തുക, അത് ആ സംസാരത്തിനിടയിൽ അങ്ങനെ സംസാരിച്ച് പോകുന്നു, പരസ്പരം കലഹമാവുന്നു. അവർ തമ്മിൽ എപ്പോഴും കാണുമ്പോൾ കലഹിക്കാനേ സമയമുള്ളൂ. പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിൽ ചിന്നുപ്പാപ്പിനോടുള്ള അങ്ങനെ ഒരു ശാശ്വതമായിട്ടുള്ള വെറുപ്പോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉണ്ടാകുമായിരുന്നെങ്കിൽ ചിന്നുപ്പാപ്പിൻ്റെ മരണശേഷം ഇയാൾ ഇത്രമാത്രം ദുഃഖിതനാവുമായിരുന്നില്ല. കാരണം അയാളുടെ മനസ്സിലൊരു കുറ്റബോധമുണ്ടായിരുന്നു. തൻ്റെ വാക്കുകൾ കാരണമാണ് ചിന്നു ആത്മഹത്യ ചെയ്തത് എന്നിട്ടുള്ള അമിതമായ ഒരു കുറ്റബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുമാത്രമല്ല, ചിന്നു പാപ്പുവിൻ്റെ മരണശേഷം സോഷ്യൽ മീഡിയകളിലൊക്കെ ഈ സന്ദേശിൻ്റെ പടം ചേർത്ത് ഇവനാണ് ചിന്നു പാപ്പുവിൻ്റെ മരണകാരണം എന്ന്, മരണത്തിന് ഉത്തരവാദി എന്ന് പറഞ്ഞിട്ട് വളരെ വലിയ രീതിയിൽ സന്ദേശിനെ ആക്ഷേപിച്ചിരുന്നു. അപ്പം ഇതും തൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകളും മൂലം മനം നൊന്ത് അവസാനം ഒരു കയറിൽ സന്ദേശം കഴിഞ്ഞ ദിവസം ജീവിതം അവസാനിപ്പിച്ചു. ഇതിൽ നിന്നെല്ലാം എന്താണ് നമ്മൾ അർത്ഥമാക്കേണ്ടത്? ഈ നിസ്സാരമായിട്ടുള്ള ഈ പ്രശ്നങ്ങളുടെ പേരിൽ എന്തിനാണ് യുവാക്കൾ മരണം തിരഞ്ഞെടുക്കുന്നത്? അച്ഛനെയും അമ്മയെയും ധിക്കരിച്ച്
സ്വന്തം ഇഷ്ടത്തിന് കൂടെ ഇറങ്ങിത്തിരിച്ച് ജീവിക്കാൻ കാണിക്കുന്ന തൻ്റെ ഇടം അത് ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കണം. അങ്ങനത്തെ ആളുകൾ മാത്രമേ ഇതിന് ഇറങ്ങി പുറപ്പെടാൻ പാടുള്ളൂ. അപ്പം ആ സമയത്തുണ്ടായ മനോധൈര്യം ഈ ഈ സമയത്ത് എന്തേ ഇല്ലാതെ പോയി. ജന്മം തന്ന അച്ഛനെയും അമ്മയെയും, അതേ പാവപ്പെട്ടവരായാലും എത്ര ധനികരായാലും, നമ്മളൊരു പറക്കമെത്തുന്നവരെ നമ്മളെ നോക്കി വളർത്തി വലുതാക്കിയ അച്ഛനെയും അമ്മയെയും ധിക്കരിച്ച് അവരുടെ സമ്മതമില്ലാതെ മറ്റൊരു വ്യക്തിയുടെ കൂടെ ഇറങ്ങിത്തിരിക്കുമ്പോൾ കാണിക്കുന്ന ആ ധൈര്യം അത് ജീവിതത്തിൽ ഉടനീളം കാണിക്കാൻ ഇവരൊക്കെ ബാധ്യതയുള്ളവരാണ്. അല്ലാത്ത പക്ഷം ഇതിനൊന്നും നിൽക്കരുത്. എന്തിന്? ഇപ്പോൾ ആ കുഞ്ഞു മോന് ആരാണുള്ളത്? അച്ഛനെ നഷ്ടപ്പെട്ടെന്നാണ്. അച്ഛൻ മറ്റൊരു യുവതിക്കൊപ്പം ഇറങ്ങിപ്പോയി. അമ്മയാണെങ്കിൽ ഇങ്ങനെ ആത്മഹത്യ ചെയ്തു. ആ കുഞ്ഞിൻ്റെ ജീവിതം ഇനി എവിടെ നിൽക്കുന്നു? ഇത് പുതിയ തലമുറ ഇപ്പോൾ അധികവും സോഷ്യൽ മീഡിയയിലുള്ള ഇങ്ങനത്തെ ആളുകളെയാണ് പുതിയ തലമുറ എപ്പോഴും മാതൃകയാക്കുക. കാരണം അവരെപ്പോഴും അവർ സ്ക്രോൾ ചെയ്ത് നിൽക്കുന്നത് ഇവരുടെ വീഡിയോസ്, ഇവരുടെ ജീവിത രീതികൾ, ഇവരുടെ ഹാപ്പിനെസ് അതൊക്കെ കണ്ടാണ്. ഇവരുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങളൊന്നും ഇവർ വെളിച്ചത്തേക്ക് കൊണ്ടുപോയി. ഇങ്ങനത്തെ പ്രശ്നങ്ങളുടെ വെളിച്ചത്ത് വരുന്നത് അവസരം ഇങ്ങനത്തെ മരണത്തിലോ അല്ലെങ്കിൽ കൊലപാതകത്തിലോ അങ്ങനെയൊക്കെ അതായിരിക്കും എക്സ്ട്രീമിൽ. അപ്പോൾ മാത്രമേ ഇവർ തമ്മിലുള്ള റിലേഷൻ ഇങ്ങനെ ആയിരുന്നു എന്ന് പുറം ലോകത്തേക്ക് അറിയുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒരു പാഠമായിട്ട് യുവതലമുറ മനസ്സിലേക്ക് എടുത്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ് ഞാൻ. ഈ ചിന്നുപ്പാപ്പു എന്ന വ്യക്തിയുടെ വീഡിയോസ് കാണുന്നത് അവരുടെ മരണശേഷം മാത്രമാണ്. ഞാനങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊന്നും അധികമായിട്ട് അങ്ങനെ സ്ക്രോൾ ചെയ്ത് നിൽക്കുന്ന ആളല്ല. കിട്ടുന്ന സമയം എന്തെങ്കിലും നമ്മളെ ചാനലുമായി ബന്ധപ്പെട്ട യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ട വർക്കിലൊക്കെ ഇറങ്ങുന്നല്ലാതെ, അതുകൊണ്ട് തന്നെ ഞാൻ ചിന്നുപാപ്പുവിൻ്റെ കുറിച്ചിട്ടുള്ള വീഡിയോസൊന്നും മുൻപേ കണ്ടിരുന്നില്ല. ഇവരുടെ മനഃശേഷം മാത്രമാണ് അവരുടെ വീഡിയോസൊക്കെ കാണാനിടയായത്. വളരെ ചില്ലിങ് ആയിട്ടുള്ള ഈ കാസർഗോഡ് ഭാഷ അതിൻ്റേതായ തനിമയോടെ ജനങ്ങളിലേക്ക് എത്തിച്ച വളരെ സ്മാർട്ടായ ഒരു പെൺകുട്ടി. ഈ സ്മാർട്ട്നെസ് ജീവിതത്തിൽ ഉടനീളം കൊണ്ടുപോകാൻ കഴിയാതെ പാതി വഴിയിലെന്ന് പറയാൻ പറ്റില്ല. ഈ ജീവിതം തുടങ്ങിയ ഇപ്പോൾ ഏകദേശം 24 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം ഇത്രയും പ്രായത്തിൽ ജീവിതം ഉപേക്ഷിച്ച് പറന്നകന്ന ചിന്നുപ്പാപ്പു, ആ കുട്ടിയെ ഓർത്ത് ഞാൻ ഒരുപാട് ദുഃഖിക്കുന്നു. ഇനി ആ ചെറിയ മോൻ്റെ ജീവിതം എത്ര ദുഷ്കരമായിരിക്കും. ഈ ചെറിയ ബാല്യം കടന്ന് വെറും 4 വയസ്സായ ആ കുട്ടിയുടെ മുന്നിൽ ചിന്നുപ്പാപ്പുവിൻ്റെ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ തന്നെ എത്ര കാലം അവരുണ്ടാവും? ജന്മം തന്ന അച്ഛനെയും അമ്മയെയും, അതേ പാവപ്പെട്ടവരായാലും എത്ര ധനികരായാലും, നമ്മളൊരു പറക്കമെത്തുന്നവരെ നമ്മളെ നോക്കി വളർത്തി വലുതാക്കിയ അച്ഛനെയും അമ്മയെയും ധിക്കരിച്ച് അവരുടെ സമ്മതമില്ലാതെ മറ്റൊരു വ്യക്തിയുടെ കൂടെ ഇറങ്ങിത്തിരിക്കുമ്പോൾ കാണിക്കുന്ന ആ ധൈര്യം അത് ജീവിതത്തിൽ ഉടനീളം കാണിക്കാൻ ഇവരൊക്കെ ബാധ്യതയുള്ളവരാണ്. അല്ലാത്ത പക്ഷം ഇതിനൊന്നും നിൽക്കരുത്. എന്തിന്? ഇപ്പോൾ ആ കുഞ്ഞു മോന് ആരാണുള്ളത്? അച്ഛനെ നഷ്ടപ്പെട്ടെന്നാണ്. അച്ഛൻ മറ്റൊരു യുവതിക്കൊപ്പം ഇറങ്ങിപ്പോയി. അമ്മയാണെങ്കിൽ ഇങ്ങനെ ആത്മഹത്യ ചെയ്തു. ആ കുഞ്ഞിൻ്റെ ജീവിതം ഇനി എവിടെ നിൽക്കുന്നു? ഇത് പുതിയ തലമുറ ഇപ്പോൾ അധികവും സോഷ്യൽ മീഡിയയിലുള്ള ഇങ്ങനത്തെ ആളുകളെയാണ് പുതിയ തലമുറ എപ്പോഴും മാതൃകയാക്കുക. കാരണം അവരെപ്പോഴും അവർ സ്ക്രോൾ ചെയ്ത് നിൽക്കുന്നത് ഇവരുടെ വീഡിയോസ്, ഇവരുടെ ജീവിത രീതികൾ, ഇവരുടെ ഹാപ്പിനെസ് അതൊക്കെ കണ്ടാണ്. ഇവരുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങളൊന്നും ഇവർ വെളിച്ചത്തേക്ക് കൊണ്ടുപോയി. ഇങ്ങനത്തെ പ്രശ്നങ്ങളുടെ വെളിച്ചത്ത് വരുന്നത് അവസരം ഇങ്ങനത്തെ മരണത്തിലോ അല്ലെങ്കിൽ കൊലപാതകത്തിലോ അങ്ങനെയൊക്കെ അതായിരിക്കും എക്സ്ട്രീമിൽ. അപ്പോൾ മാത്രമേ ഇവർ തമ്മിലുള്ള റിലേഷൻ ഇങ്ങനെ ആയിരുന്നു എന്ന് പുറം ലോകത്തേക്ക് അറിയുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒരു പാഠമായിട്ട് യുവതലമുറ മനസ്സിലേക്ക് എടുത്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ് ഞാൻ. ഈ ചിന്നുപ്പാപ്പു എന്ന വ്യക്തിയുടെ വീഡിയോസ് കാണുന്നത് അവരുടെ മരണശേഷം മാത്രമാണ്. ഞാനങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊന്നും അധികമായിട്ട് അങ്ങനെ സ്ക്രോൾ ചെയ്ത് നിൽക്കുന്ന ആളല്ല. കിട്ടുന്ന സമയം എന്തെങ്കിലും നമ്മളെ ചാനലുമായി ബന്ധപ്പെട്ട യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ട വർക്കിലൊക്കെ ഇറങ്ങുന്നല്ലാതെ, അതുകൊണ്ട് തന്നെ ഞാൻ ചിന്നുപാപ്പുവിൻ്റെ കുറിച്ചിട്ടുള്ള വീഡിയോസൊന്നും മുൻപേ കണ്ടിരുന്നില്ല. ഇവരുടെ മനഃശേഷം മാത്രമാണ് അവരുടെ വീഡിയോസൊക്കെ കാണാനിടയായത്. വളരെ ചില്ലിങ് ആയിട്ടുള്ള ഈ കാസർഗോഡ് ഭാഷ അതിൻ്റേതായ തനിമയോടെ ജനങ്ങളിലേക്ക് എത്തിച്ച വളരെ സ്മാർട്ടായ ഒരു പെൺകുട്ടി. ഈ സ്മാർട്ട്നെസ് ജീവിതത്തിൽ ഉടനീളം കൊണ്ടുപോകാൻ കഴിയാതെ പാതി വഴിയിലെന്ന് പറയാൻ പറ്റില്ല. ഈ ജീവിതം തുടങ്ങിയ ഇപ്പോൾ ഏകദേശം 24 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം ഇത്രയും പ്രായത്തിൽ ജീവിതം ഉപേക്ഷിച്ച് പറന്നകന്ന ചിന്നുപ്പാപ്പു, ആ കുട്ടിയെ ഓർത്ത് ഞാൻ ഒരുപാട് ദുഃഖിക്കുന്നു.
ഇനി ഇനി ആ ചെറിയ മോൻ്റെ ജീവിതം എത്ര ദുഷ്കരമായിരിക്കും. ഈ ചെറിയ ബാല്യം കടന്ന് വെറും 4 വയസ്സായ ആ കുട്ടിയുടെ മുന്നിൽ ജിനുപാപ്പുവിൻ്റെ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ തന്നെ എത്ര കാലം അവരുണ്ടാവും.